ഹലോ ഗൈസ്, അനിമൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റർ 8 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കമൻസ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കൊന്നും അങ്ങനെ വലിയ കമൻസ് ഒന്നും കിട്ടിയില്ല. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ഇടാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. സ്ഥിരമായിട്ട് ഈ കാഗുറ ബച്ചിയുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഈ ചാനലിൽ തന്നെ വൺ പീസിൻ്റെ വീഡിയോസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിന് കിട്ടുന്ന സപ്പോർട്ട് വളരെ കുറവാണ് ഗൈസ്. സോ അപ്പോൾ അത് നിങ്ങളൊന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്കിനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ ചാപ്റ്ററിലേക്ക് പോകാം. കമുനാബി ആ ബൗണ്ടി ക്ലിയർ ചെയ്ത് സഹായിച്ചത് കൊണ്ട് തൽക്കാലം സോജോയുടെ ടീം നമ്മളെ ചേസ് ചെയ്യുന്നതൊന്ന് കുറയും. എങ്കിലും നമ്മളൊരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യണമെന്ന് ഇപ്പോൾ ശിവ പറയുന്നുണ്ട്. അസാമി ആണെങ്കിൽ പറയുന്നുണ്ട് നമ്മുടെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് അറിയുക. അതുവരെ ചിഹിരോയുടെ ഷാറിനൊപ്പം അടങ്ങിയിരുന്ന് റെസ്റ്റ് എടുക്കണം, വേറെ കുഴപ്പത്തിനൊന്നും പോകരുതെന്ന്. ഇപ്പോൾ ചിഹിരോ ആണെങ്കിൽ അവിടെ ഇരുന്ന് മുമ്പ് അസാമി പറഞ്ഞതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് ഹിഷാക്കു ആ എൻചാൻറ്റഡ് ബ്ലേഡ്സ് വെച്ച് എന്തോ ഒരു വലിയ സംഭവം ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട് എന്നുള്ളതും, അതേപോലെ സോജോയോട് കളിക്കാനുള്ള ലെവൽ ചിഹിരോയ്ക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞതും ഒക്കെ. ഇപ്പോൾ ഷാർ ആണെങ്കിൽ അവിടെ ഉറക്കത്തിൽ കിടന്ന് മീറ്റ് ബോൾസ്, സീവീഡ്, ടാഞ്ചറിൻ, അയ്യോ ഞാൻ തോറ്റുപോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഹിനാവോ അകത്ത് ക്ലീനിങ് ആണ്. അവളുടെ അടുത്തേക്ക് ചിഹിരോ ഇപ്പോൾ ചെല്ലുന്നുണ്ട്. അവൾ ചോദിക്കുന്നു ഷാർ ഇപ്പോഴും ഉറക്കമാണോ എന്ന്. ഇപ്പോൾ ചിഹിരോ പറയുന്നുണ്ട് നല്ല ഉറക്കമാണ്. ആക്ച്വലി അവളിപ്പോൾ ഡ്രീമിൽ ഷിരിറ്റോറി ഗെയിമിൽ തോറ്റിട്ടിരിക്കുകയാണെന്ന്. ഒരു വേർഡിൻ്റെ ലാസ്റ്റ് ലെറ്റർ വെച്ച് അടുത്ത വേർഡ് ഉണ്ടാക്കി പറഞ്ഞിങ്ങനെ പോകുന്ന ഗെയിമാണ് ഷിരിറ്റോറി. ഞങ്ങളെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചതിന് നന്ദി ഹിനാവോ എന്ന് ചിഹിരോ ഇപ്പോൾ പറയുന്നുണ്ട്. ഷോപ്പ് ആണെങ്കിൽ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഹിനാവോ പറയുന്നു താങ്ക്സ് ഒന്നും പറയണ്ട, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന്. ഇപ്പോൾ ആരോ പുറത്ത് വന്നിട്ടുണ്ട്. ബെല്ല് തട്ടുന്ന ഒരു ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ സീൻ ഷിഫ്റ്റ് ആവുകയാണ്. ഒരുത്തൻ ആരെയോ ഫോണിൽ ട്രൈ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ അവൻ്റെ ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് തരികയാണ്. എൻ്റെ പേര് നോറിസാക്കു മഡോക്ക, എല്ലാവരും എന്നെ ഡാരുമ എന്നാണ് വിളിക്കാറ്. ഏത് ശത്രുവിനെയും എനിക്ക് ഞാൻ നിർമ്മിച്ച ഡാരുമ ഡോൾസ് വെച്ചിട്ട് ബ്ലാസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും, അതാ എന്നെ അങ്ങനെ വിളിക്കുന്നത്. ആൾക്കാരെ അങ്ങനെ കൊന്നൊടുക്കുന്ന ഒരു മേജർ മന്ത്രവാദിയാണ് ഞാൻ ഇതുവരെ എവിടെയും തോറ്റിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ ആദ്യമായിട്ട് തോറ്റു. ഇപ്പോൾ ഷിബ ഇവനെ ഇൻട്രോഗേറ്റ് ചെയ്ത സീനാണ് കാണിക്കുന്നത്. സോ ഇത്രയും നിനക്ക് അറിയുള്ളൂ എന്ന് ഇപ്പോൾ ഷിബ ഇവനോട് ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെ എനിക്കറിയത്തുള്ളൂ. ഓക്കെ, നിനക്കിതൊക്കെ നിർത്തി പുതിയൊരു ജീവിതം തുടങ്ങിക്കൂടെ? എന്താന്ന് വെറുതെ മണ്ടത്തരം പറയാതെ. ഇപ്പോൾ ഇവൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ ഇവനെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കിയതാണ്. ഇവൻ കാരണം ബോംബ് മോൺസ്റ്ററിൻ്റെ ഫാമിലി എന്നും പറഞ്ഞ് ഇവർക്ക് ഫുള്ള് ചീത്തപ്പേര് കേട്ടിരുന്നു. സോ ഇപ്പോൾ അതൊക്കെ ഓർത്ത് അവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇപ്പോൾ ശിവയാണെങ്കിൽ ഇവൻ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് നീ ഇപ്പോഴും വിഷമിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഇനിയും മാറാൻ സമയമുണ്ടെന്ന്. ഇപ്പോൾ ഷിബയുടെ ഈ അഡ്വൈസ് ഇവന് വളരെ നല്ലതാണല്ലോ എന്ന് തോന്നി. സോ ഈ മഡോക്ക ഇപ്പോൾ ഫോൺ വിളിക്കുന്നത് ഇവൻ്റെ പെങ്ങളെയാണ്. ഇപ്പോൾ ഈ പാതിരാത്രി നിനക്കെന്താ വേണ്ടതെന്ന് ഇവൻ്റെ ചേച്ചി ഇവനോട് ചോദിക്കുന്നുണ്ട്. ഉറക്കം കളഞ്ഞതിന് സോറി എന്നൊക്കെ ഇവൻ പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നുമില്ല, ഞാൻ ഫോൺ വെക്കാൻ പോവാണെന്ന്. ഇപ്പോൾ ഈ മഡോക്ക ആണെങ്കിൽ ചാടി കയറി പറയുന്നുണ്ട് നിൽക്ക്, ഫോൺ വെക്കല്ലേ, ഞാൻ ഈ മന്ത്രവാദ പരിപാടിയൊക്കെ ക്വിറ്റ് ചെയ്യാൻ പോവാണ്, എനിക്കിനി ഒരു മന്ത്രവാദിയായിട്ട് തുടരാൻ താല്പര്യമില്ല. ഇപ്പോൾ നീ അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ എല്ലാം അങ്ങ് ഓക്കെ ആകുമോ എന്ന് എൻ്റെ ചേച്ചി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ പറയുന്നുണ്ട് അങ്ങനെയല്ല, എനിക്കെല്ലാം തിരുത്താൻ അവസരം തരണമെന്ന്. ഇപ്പോൾ ഇത് കേട്ട അവൻ്റെ ചേച്ചി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. നീ അമ്മയെ വിളിച്ചിരുന്നോ? ഞാൻ കുറേ ട്രൈ ചെയ്തു, ബട്ട് അമ്മ ഫോൺ എടുത്തില്ല. അതിപ്പോൾ പാതിരാത്രി ആയില്ലേടാ, അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഇവൻ വീണ്ടും സോറി പറയുന്നുണ്ട്. അതേപോലെ നാളെ രാവിലെ തന്നെ അമ്മയെ പോയി കണ്ട് മാപ്പ് പറഞ്ഞാലോ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. ചേച്ചിയാണെങ്കിൽ പറയുന്നു ഞാനും നാളെ നിന്റെ ഒപ്പം വരാം, രാവിലെ ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാമെന്ന്. ഇപ്പോൾ ഇവർ 3 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇവൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. സോ ഇപ്പോൾ രാവിലെ ഇവൻ്റെ ചേച്ചി പുറത്ത് വന്നിട്ടുണ്ട്. ഇവനാണെങ്കിൽ ക്രച്ചസിൽ നടന്നു വരുന്നുണ്ട്. ഷിബ കാലിന് നല്ല കിടിലം പണിയാണ് കൊടുത്തത് കേട്ടോ. ഇവനാണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട് മന്ത്രവാദിയായിരുന്ന ഡാരുമ മരിച്ചു, ഇന്നു മുതൽ ഞാൻ പുതിയൊരു മനുഷ്യനാകാൻ പോവാണ്. ഇപ്പോൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ടെന്ന് കാറിൽ കയറിയിട്ട് ഇവൻ ചേച്ചിയോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ചേച്ചി ആരോ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അവൻ ആ മിററിലേക്ക് നോക്കുമ്പോൾ ബാക്ക് സീറ്റിൽ സോജോ ഇരിക്കുന്നു. ഇപ്പോൾ സോജോ പെട്ടെന്ന് ഇവൻ്റെ ദേഹത്തേക്ക് പുറകിൽ നിന്നൊരു സോഡ് കുത്തി ഇറക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ഇവിടെ? എൻ്റെ ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇവനിപ്പോൾ പറയുന്നുണ്ട്. നിന്നെ ഏൽപ്പിച്ച ജോലി നീ കൃത്യമായിട്ട് തീർക്കാത്തതിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ഈ ജീവനുകൾ. ഇപ്പോൾ സോജോ ജീവനുകൾ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഇവൻ്റെ അമ്മയും എന്തെങ്കിലും ചെയ്ത് കാണുമോ എന്ന് ഇവൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഇവനെ ഡാരുമ ഡോൾസ് ഇവൻ്റെ ബോഡി ഫുള്ള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബ്ലാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചാകാൻ പോവുകയാണെങ്കിൽ നിന്നെയും ഞാൻ കൂടെ കൊണ്ടുപോകും, 1 പേഴ്സൺ എന്നെന്തോ ഇവൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ സോജോ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ബ്ലാസ്റ്റ് ഒന്നും അകത്ത് നടക്കുന്നില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മഡോക്ക കാറിൽ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തിറങ്ങിയ സോജോ പറയുന്നുണ്ട് അവൻ്റെ ചേച്ചിക്ക് ഇപ്പോഴും ജീവനുണ്ട്, അവൾ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണെന്ന്. ഇപ്പോൾ ആ വാളിലെ ചോര തുടച്ചിട്ട് അത് ഉറയിലേക്ക് വെച്ചുകൊണ്ട് സോജോ പറയുന്നുണ്ട് നീ ഒരു കാര്യവും പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്തിട്ടില്ല. ഇപ്പം നീ കരിയറിൽ ഒരു വഴി ചൂസ് ചെയ്തത് അതിനോടെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകണ്ടേ എന്ന്.
അപ്പോൾ സോജോ ഈ വാൾ ഉറയിലേക്ക് തിരിച്ചു വെക്കുമ്പോൾ കാറിനുള്ളിൽ ഇവൻ അൺഫ്രീസ് ആവുന്നുണ്ട് ഗൈസ്. സോ ഇതാ സോഡിന്റെ പവർ ആയിരുന്നു. 1 പേഴ്സൺ 1 കിൽ എന്നായിരുന്നു ഇവൻ പറയാനിരുന്നത്. ഇപ്പോൾ കാർ ഫുള്ളായിട്ട് ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. സോ സോജോയുടെ കയ്യിലുള്ളത് ഒരു എൻചാന്റഡ് ബ്ലേഡ് ആണ്. അതിന് ഒരാളെ ഫ്രീസ് ആക്കാനുള്ള പവറും ഉണ്ട്. അതായത് ഈ ടൈം ഒക്കെ ഫ്രീസ് ആക്കുന്ന പോലെ. എന്തായാലും നല്ല ഡേഞ്ചറസ് ഐറ്റമാണ്. ഇതിപ്പോൾ ക്ലൗഡ് ഗൗജർ ആണോ അതോ ഷിനിച്ചി ആണോ എന്നറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചിഹിരോ തലയെരിഞ്ഞ ട്രോമ മന്ത്രവാദിയുടെ ഫ്ലാഷ് ബാക്കാണ് നമ്മളെ കാണിക്കുന്നത്. അയാളുടെ അനിയനോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ ടെലിപ്പതിയിൽ നല്ല ബെറ്റർ ആകുന്നുണ്ട്. സംഭവം കിടിലം അല്ലേ? ഒരുത്തനെ കൊല്ലുന്നതിന് മുന്നേ അവനെ ഭ്രാന്താക്കി അങ്ങേയറ്റം എത്തിക്കുക, അതൊരു കിടിലം പവറല്ലേ? ഇപ്പൊ അതേ ഇവന്റെ അനിയൻ പറയുന്നുണ്ട്, അവന്റെ ഫേസ് ഒന്നും നമ്മളെ കാണിക്കുന്നില്ല. ഇയാളപ്പോ വീണ്ടും പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ നേരിടാൻ പോകുന്നത് എൻചാന്റഡ് ബ്ലേഡ് കൊണ്ട് നടക്കുന്ന ഒരുത്തനെയാണ്. എൻചാന്റഡ് ബ്ലേഡ് അല്ല, ഇനി എത്ര വലിയ ആയുധം കൊണ്ടുവന്നാലും അവനൊക്കെ സ്വന്തം ട്രോമയുടെ മുന്നിൽ മുട്ടിടിച്ച് വീഴുമെന്ന് ഞാൻ ഇന്ന് തെളിയിച്ചു കാണിക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നീ മാറി നിന്ന് കണ്ടോ എന്നും പറഞ്ഞ് ഇയാൾ പോയ പോക്കാണ്. ഇങ്ങേരുടെ തല ഏറി പറക്കുന്നതാണ് പിന്നെ അനിയൻ കണ്ടത്. സോ ഇപ്പൊ ഈ അനിയൻ ചക്കൻ സോജോയ്ക്ക് മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ആ മുഖത്ത് മുറിപ്പാടുള്ള ആ പയ്യനെ നിങ്ങൾ കൊല്ലണമെന്ന്. ഇവനും ആ ട്രോമ മന്ത്രവാദിയുടെ പവേഴ്സ് ഉണ്ടല്ലോ. സോ ഇവനാകും ഈ മഡോക്കയെ ട്രാക്ക് ചെയ്യാനൊക്കെ സോജോയെ ഹെൽപ്പ് ചെയ്തത്. അതേപോലെ തന്നെ ചിഹിരോയുടെ ലൊക്കേഷനും ഇവൻ സോജോയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഷുവറായിട്ട് നീ പറഞ്ഞത് ഞാൻ ചെയ്യാമെന്ന് സോജോ ഇവനോട് പറയുന്നുണ്ട്. ഇപ്പൊ സോജോ ഇങ്ങനെ വാള് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ഇവൻ പേടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ വാള് പുറത്തെടുക്കാൻ പോകുന്നത്? ഞാൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്ന ആളല്ലേ? അവനെ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് കയറ്റാൻ വേണ്ടി ഒരു വാമപ്പ് ആവശ്യമാണടാ. ഇപ്പൊ ഇവനാണെങ്കിൽ പേടിച്ചോടാൻ തുടങ്ങുന്നുണ്ട്. എങ്ങോട്ടാടാ നീ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആ ഒരു കൈ കൊണ്ട് ഇവന്റെ കഴുത്തിന് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് സോജോ വാള് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ സോജോയുടെ പിടുത്തത്തിൽ നിന്ന് ഇവന്റെ കൈ പതുക്കെ ഒന്ന് റിലീസ് ആക്കിയിട്ട് നേരെ സോജോയുടെ മുഖത്തേക്ക് ആ കൈ കൊണ്ടുവെക്കുന്നുണ്ട്, ആ ട്രോമ പരിപാടി. ഇപ്പൊ സോജോയുടെ ഒരു മെമ്മറി നമ്മളെ കാണിക്കുകയാണ്. ചൈൽഡായിട്ടുള്ള സോജോ ഒരു പൂന്തോട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ കൈ മേളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പൊ എയറിലാണെങ്കിൽ കുറേ ഡെഡ് ബോഡികൾ. ഇപ്പൊ സോജോ പെട്ടെന്ന് ഈ മെമ്മറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവൻ ഈ മന്ത്രവാദി ചെക്കൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരുപാട് ടൈം കടന്നു പോയ പോലെ എനിക്ക് തോന്നി, പക്ഷെ അത് ശരിക്കും കുറച്ച് സെക്കൻഡുകളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? കിടിലം മന്ത്രവിദ്യയാണല്ലോടാ നിന്റത്. ഇപ്പൊ വാളിൽ വീണ്ടും ബ്ലഡ് ഒക്കെ ആയിട്ട് സോജോ ആ വഴിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാണാം. ഇപ്പൊ ആ ചെക്കനെ വളരെ ക്രൂലായിട്ടാണ് കൊന്നിരിക്കുന്നത്. തല വെട്ടി മാറ്റി ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടന്റെയും തല പോയി, ഇപ്പൊ അനിയന്റെയും തല പോയി. ഇപ്പൊ ആ ബ്ലഡുള്ള വാളും പിടിച്ചോണ്ട് ഈ സൈക്കോ തെണ്ടി ആൾക്കാരുടെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇവൻ കിടിലിനൊരു വില്ലൻ തന്നെ. ഇപ്പൊ ഇവൻ പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കഫേ ഹരുഹരുവിലേക്കാണ്, അതായത് നമ്മുടെ ഹിനാവോയുടെ കഫേ. ഇപ്പൊ ഇവൻ ചെന്ന് കഫേയുടെ വാതിൽ തുറക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അകത്ത് ഹിനാവോ പറയുന്ന കേൾക്കാം, അതായത് ഷാറിനെയും ചിഹിരോയും ഹെൽപ്പ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളെന്ന്. അതായത് ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്. സോ അവിടെ കട്ട് ചെയ്ത ആ സീന് ഇവിടെ മെർജ് ആയിരിക്കുകയാണ്. സിനിമയിലേക്ക് പോലത്തെ നറേറ്റീവ്. ഇപ്പൊ ഡോറിന്റെ മുന്നിൽ ഹിനാവോയുടെ അടുത്ത് ഇവനിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ദൂരെ നിൽക്കുന്ന ചിഹിരോ ആണെങ്കിൽ ഓടി വരുന്നുണ്ട്. ഇപ്പൊ അവന്റെ വാളാണെങ്കിൽ ഹിനാവോയുടെ മുന്നിൽ കയറി ചിഹിരോ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നീ നല്ല ഫാസ്റ്റ് ആണല്ലോടാന്ന് ഇപ്പൊ സോജോ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സോജോയുടെ കയ്യിലിരിക്കുന്ന വാള് നമ്മുടെ ചിഹിരോ റെക്കഗ്നൈസ് ചെയ്യാണ്. ഇത് ക്ലൗഡ് ഗൗജർ ആണ് ഗൈസ്. ഇപ്പൊ അതിൽ നിന്ന് മേഘങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ അവൻ അടുത്ത അറ്റാക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. ഉടനെ ചിഹിരോ ഹിനാവോയോട് പറയുന്നുണ്ട്, ഓടി മാറിക്കോന്ന്. അപ്പൊ ഈ സൗണ്ട് എല്ലാം കൂടെ കേട്ടിട്ട് ഷാർ ഉണർന്നിട്ടുണ്ട്. ഇപ്പൊ എന്താണ് സംഭവം എന്ന് നോക്കാനായിട്ട് അവളിങ്ങനെ പോവാണ്. ഇപ്പൊ കഥവിന്റെ മറവിൽ ചെന്ന് നിന്നിട്ട് അവളിങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പൊ ആ ക്ലൗഡ് ഗൗജർ വെച്ചിട്ടൊരു മാസീവ് അറ്റാക്കാണ് ഈ സോജോ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അവിടുത്തെ ഭിത്തിയെല്ലാം പൊളിഞ്ഞിങ്ങനെ കിടപ്പുണ്ട്. ചിഹിരോ ആണെങ്കിൽ ആ കല്ലിന്റെയോ കട്ടയുടെയൊക്കെ അടി കിടക്കുകയാണ്. ഇപ്പൊ സോജോ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ആദ്യത്തെ അറ്റാക്കിന് തന്നെ നീ ചത്തോ? വെറുതെ എന്നെ നിരാശപ്പെടുത്തരുത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത് തന്നെ നമുക്ക് 2 എൻചാന്റഡ് ബ്ലേഡ്സ് വെച്ചിട്ട് പരസ്പരം ഫൈറ്റ് ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ടാ. അതോ ഇനി നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എൻചാന്റഡ് ബ്ലേഡ് അല്ലേ? അത് വെറും റൂമർ ആയിരുന്നു. ഇപ്പൊ ഇവനെ കണ്ടിട്ട് ഷാർ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഉടനെ ഹിനാവോ വന്നിട്ട് പറയുന്നുണ്ട്, ഷാർ പെട്ടെന്ന് ഒളിക്കാൻ. അപ്പോ ചിഹിരോയുടെ കാര്യോ? ഇപ്പൊ ചിഹിരോ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ആ പൊടിയുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിപ്പുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, നീയാണല്ലേ സോജോ? നിന്റെ കയ്യിലെ ആ കറ്റാനയിൽ പുരണ്ടിരിക്കുന്നത് ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുടെ രക്തമാണോ? ഇപ്പൊ ഈവിളായിട്ടുള്ളവരെ കൊല്ലുന്നതിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ പാവങ്ങളെയാ കൊല്ലാറുള്ളൂ എന്ന് ഇവൻ പറയുന്നു. ഇപ്പൊ ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചിഹിരോ എൻഡൻ പുറത്തെടുക്കുന്നുണ്ട്. സോജോ ആണെങ്കിൽ ക്ലൗഡ് ഗൗജർ കൊണ്ട് അടുത്ത അറ്റാക്കിന് ഒരുങ്ങുകയാണ്. ഇപ്പൊ നിന്റെ കൊക്കിൽ ഒതുങ്ങുന്ന ഇരയല്ല ഈ സോജോ എന്ന് മുൻപ് അസാമി പറഞ്ഞത് ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വാനിൽ കിടിലാണ് ഗൈസ്. ചിഹിരോ ആണെങ്കിൽ ആ വാളും പിടിച്ചുകൊണ്ട് സോജോ എടുത്ത് പറയുന്നുണ്ട്, ഈവിളായിട്ടുള്ള കാര്യങ്ങളാണ് നീ ചെയ്യുന്നതെങ്കിൽ നിനക്ക് ആ കറ്റാനെ പിടിക്കാനുള്ള യോഗ്യതയില്ല. ഇപ്പൊ അങ്ങനെ തന്നെ വാടാ എന്നോട് ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് സോജോ ഒരു ഭ്രാന്തന്റെ കൂട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ ചാപ്റ്റർ 8 വോളിയം 1 അവസാനിക്കുകയാണ് ഗൈസ്. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും ബൈ ബൈ.